രാവിലെ 5:30 എത്തിയത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നാലും രാവിലെ പോകേണ്ടതല്ലേ എന്ന് കരുതി രാവിലെ എഴുന്നേറ്റു. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമാണിത്. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. വന്നപ്പോൾ തന്നെ റൂമിലെ ബെഡും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് രാവിലെ കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ എന്നാലും രാവിലെ കുളിച്ചൊരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ അപ്പവും കടലക്കറിയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ജില്ല വിട്ട് മാറുമ്പോൾ ഒരു ടെൻഷൻ ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം എനിക്ക് പലപ്പോഴും ചില സ്ഥലത്തെ ഫുഡ് അങ്ങനെ പിടിക്കില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡ് കൊള്ളായിരുന്നു. ഇതാണ് നമ്മൾ താമസിച്ച IB. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് പോകാനായിട്ട് കാറ് വന്നിട്ടുണ്ട്. നമ്മൾ കാറ് മുൻകൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറ് കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരണുണ്ട്. എങ്കിലും വേറെ രക്ഷയില്ല എന്നതുകൊണ്ട് നമ്മൾ മനസ്സിൽ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് കണ്ട ഒരു ഡാമായിരുന്നു അത്. അങ്ങനെ നമ്മൾ നേരെ പോയത് സെങ്കുളത്താണ്. അവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ബോട്ടിലെല്ലാം കയറി. ആ ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫോണിൽ ചെയ്താൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ തന്നെ എടുത്തു തന്നു. കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്തി. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഫിഷ് പാ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മീനിന് തിന്നാൻ കൊടുക്കുന്നത്. കൊള്ളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ പോയത് നമ്മൾ നിറയെ ചെടികൾ, റോസ് ഗാർഡൻ എന്നാണ് പറഞ്ഞത്. അവിടെ കയറി ഒത്തിരി ചെടികളുണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. പക്ഷേ ഇപ്പം നമ്മൾ വാടക വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ ചെടി ഇപ്പോൾ വീട്ടിൽ നടാറില്ല. അല്ലെങ്കിൽ ഒരു ചെടിഭ്രാന്തിയായിരുന്നു ഞാൻ. സ്വന്തമായിട്ട് വീടെടുത്തിട്ടൊക്കെ വേണം ഒത്തിരി ചെടികൾ നടാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി കൃഷി ഇതൊക്കെ. അങ്ങനെ അവിടെ മൊത്തം കറങ്ങി. അപ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്യുന്നുണ്ടാവുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡാക്കി. അങ്ങനെ മക്കളുടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമ്മളല്ല, വീഡിയോഗ്രാഫർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. പൈസ കൊടുത്തിട്ട് തന്നെ എടുത്തത്. പക്ഷേ പൈസ നഷ്ടമായി പോയോ എന്നൊരു സംശയം. കാരണം അത് നന്നായില്ല ഫോട്ടോ. അതിനും ഭേദം നമ്മൾ ഫോണിൽ തന്നെ എടുക്കുന്നതായിരുന്നു. പിന്നെ അവിടെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഈ ചോറും സദ്യയൊക്കെ കഴിക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ലൈറ്റ് എന്നല്ല, ഈ പൊറോട്ട ചപ്പാത്തിയോ അല്ല അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം. എന്നാലും ചോറൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു ചോറൊന്നും. അങ്ങനെ നമ്മൾ ഇറങ്ങി. അവിടെ നിന്നൊക്കെ ഒരു ഹൈഡൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് വന്നത്. അവിടെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. എങ്കിലും ഇതുപോലെ ഇങ്ങനെ കുറേ ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്പേസ് അത്രയേ ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് കരുതി അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ മാടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന്. അവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് എക്കോ പോയിൻറ്റിലാണ്. എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത, നമ്മൾ കൂക്കി വിളിച്ചാൽ തിരിച്ച് നമ്മളിലോട്ട് തന്നെ ഇങ്ങനെ കേൾക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളാകെ അമ്മയും മക്കളും ഛർദ്ദിച്ച് അവശരായി. അമ്മയും മക്കളൊന്നും പറയണ്ട, ഞാനും എൻ്റെ മൂത്ത മോളും. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലോട്ട് വരികയാണ്. ഇനിയിപ്പോൾ ചെറുതോണി എന്ന് പറയുന്ന സ്ഥലത്തെത്തണം. അവിടെയാണ് IB. ഇനിയിപ്പോൾ 2ാം ദിവസം എന്താവും എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം നാളെ കാണാം.